ഹരേ കൃഷ്ണ. എല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നിങ്ങളുടെ ഓരോരുത്തരുടെ കാൽപാദങ്ങൾ തൊട്ട് വന്നിച്ചുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന 2 വാക്കുകൾ പറയട്ടെ. നമോ വിഷ്ണുപാദായ കൃഷ്ണകൃഷ്ണായ പൂജലേ ശ്രീമതേ രാധാകൃഷ്ണ നമസ്തേ. നമോ വിഷ്ണുപാദായ കൃഷ്ണകൃഷ്ണായ പൂജലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ. സാരസ്വതി ദേവിയെ ഗൗരവാണി പൂജാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ ശ്രീല പ്രഭുപാദിനെ കുറിച്ച് പറയാൻ എനിക്ക് അത്രയും അർഹതയൊന്നുമില്ല. കാരണം ഞാൻ ഒരു നടന്ന് തുടങ്ങുന്ന ഒരു കുട്ടിയെ പോലെയാണ്, വീഴുന്ന കുട്ടിയെ പോലെയാണ്. എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹ ആശീർവാദം എന്നിലുണ്ടായിരിക്കണം. ശ്രീല പ്രഭുപാദ് ഒരു ശക്തി ആവേശ അവതാരമായിരുന്നു. കാരണം ചെറുപ്പത്തിലെ തന്നെ പ്രഭുപാദരുടെ വീട്ടിൽ ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാം ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് ഉയർത്തുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പ്രഭുപാദ് USA പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ. പ്രഭുപാദനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ത്യാഗം, അതുപോലെ സ്പിരിച്വൽ മാസ്റ്ററിനോടുള്ള സ്നേഹം, പിന്നെ സറണ്ടർ, ലോയാലിറ്റി, ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മളെയൊക്കെ ഈ ലോകത്തിലെ വൃന്ദാവനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഈ USA പോകുമ്പോൾ തന്നെ സുമതി മറാഠിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം മണിക്കൂറുകളോളം ഇങ്ങനെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്ന് ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് USA പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ വൃന്ദാവനത്തിൽ ഇരുന്ന് സുഖമായിട്ട് അവിടെ ഇരുന്ന് ബുക്കുകൾ എഴുതി നാമം ജപിച്ച് അദ്ദേഹത്തിന് സ്വയം ബാക്ക് ടു ഇവിടെ ഗോഡ് ഹെഡിലേക്ക് പോകാമായിരുന്നു, ഗോലോകത്ത് പോകാമായിരുന്നു. പക്ഷേ മറ്റുള്ള ബദ്ധാത്മാക്കളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം USA ബോസ്റ്റണിലേക്ക് പോയത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ആരും ഉണ്ടായില്ല. വെറും 40 രൂപയും കൊണ്ട് പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ പടിഞ്ഞാറ് പോകണോ എന്നുള്ളത് അറിയാതെ അങ്ങനെ നിന്ന് അവസാനം ഗോപാൽ അൻസാലി എന്ന് പറയുന്ന അവരുടെ വീട്ടിലാണ് അദ്ദേഹത്തിന് താമസം ശരിയായത്. അവിടെയാണെങ്കിൽ അവർ മാംസം മുതലായവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രിഡ്ജിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം പ്രഭാതം വെച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, ഒരുപാട് ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സഹനം ചെയ്ത് ഒരു ചീത്ത മുഖവും കാണിക്കാതെ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അവരുടെ വീടൊക്കെ അടിച്ച് വരുന്നതിന് സഹായിച്ചു. അവർക്ക് കൂടി കുക്ക് ചെയ്തെല്ലാം കൊടുക്കുമായിരുന്നു പ്രഭുപാദ്. അവരുടെ കുട്ടികളെ ഒരു സ്വന്തം അപ്പൂപ്പൻ എന്ന നിലയിൽ കളിച്ച് അവരുടെ കൂടെയൊക്കെ അവരെയൊക്കെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷമാണ് നമ്മളെ ബദ്ധാത്മാക്കളെ ഉയർത്താൻ വേണ്ടിയിട്ട് പ്രഭുപാദ് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരിക്കുന്നത്. പിന്നെ പ്രഭുപാദ് പറയുന്നത് എന്താണ്? 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോട് ചെയ്യണം. അതായത് നമ്മുടെ ഹെൽത്ത് നോക്കണം, സ്റ്റാൻഡിങ് ചെയ്യണം, സർവീസ് ഭക്തിയുത സേവനം ചെയ്യണം, അതേസമയം ബുക്ക് റീഡിങ് വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. മിനിമം 16 മാലകൾ ജപിക്കുക, 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ചെയ്യുക. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളെ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ കൊണ്ടുപോകാനായിട്ട് ഞാനുണ്ടാവും. ബാക്ക് ഡോറിൽ കൂടി ആയാലും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം പ്രഭുപാദയെ നമ്മൾ പിന്തുടരുക. പ്രഭുപാദ് ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അതായത് പ്രഭുപാദരുടെ ഓരോ ഗുണങ്ങളും നമ്മൾ ക്ഷമ, ധൈര്യം, ഒരുപാട് കഷ്ടപ്പാട്. ഈ അമ്പലങ്ങൾ ഗുരുവിനെ സേവിക്കുക. ഗുരു എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഗുരുവിന് വേണ്ടി മനസ്സിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടായിരുന്നെങ്കിലും ഗുരുവിനെ കുറിച്ച് എപ്പോഴും ചിന്ത ഉണ്ടായിരുന്നു. 40-40 കൊല്ലം കഴിഞ്ഞ് ഗുരു ആദ്യമേ കണ്ടപ്പോൾ പറഞ്ഞു പ്രീച്ച് ചെയ്യണം, പുറമേ പോയിട്ട് ഫോറിൻ കൺട്രീസിൽ പോയി ഇംഗ്ലീഷിൽ പ്രീച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളൊരു അഭ്യസ്ത വിദ്യരല്ലേ എന്ന് ആദ്യം കണ്ടപ്പോഴേ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ് പറഞ്ഞത് അതാണ്. അത് മനസ്സിലിട്ട് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, കുട്ടികളുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ, ഇവരെ എങ്ങനെ വിട്ടു പോകും എന്നുള്ള ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ
പ്രഭുപാദർക്ക് ഇങ്ങനെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇങ്ങനെ സന്യാസം എടുക്കണം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി കുട്ടികളെയും ഭാര്യയും എല്ലാം വിട്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്കാണെങ്കിൽ അങ്ങനെ പറ്റുമോ? എത്രയെല്ലാം വേദനകൾ, വിഷമങ്ങളെല്ലാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ കൂടി ഈ ഇതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട്, വൃന്ദാവനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത് വൃന്ദാവനം തന്നെ ആക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള സകലവർക്കും പ്രഭുപാദരുടെ വീട്ടിൽ താമസിക്കാം. അതുപോലെ ഈ ചാൻറ്റിങ് ചെയ്യുക, നമ്മൾ മോറൽ റെഗുലേറ്റീവ് പ്രിൻസിപ്പൾസ് എല്ലാം ഇത് ചെയ്യാം. പ്രഭുപാദർക്ക് നമ്മൾ പ്രഭുപാദ ചെയ്യുന്ന പോലെ എല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അത്ര എത്തൂലെങ്കിലും ഇത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത് തന്നെ നമ്മുടെ എന്തോ മുൻജന്മ പുണ്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമുക്കും കൂടി ഇതിനകത്ത് വരാൻ പ്രഭുപാദ അനുഭവത്തിൽ ഒരുപാട് നന്ദി. പിന്നെ കുറേ കാര്യങ്ങൾ പറയണ്ട, എന്നാലും ഞാൻ സമയക്കുറവുകൊണ്ട് നിർത്തുന്നതാണ്. എൻ്റെ എല്ലാ ഈ വാക്കുകൾ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റായിട്ട് കണക്കാക്കണം. എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രഭുപാദയും ഗുരുവിൻ്റെയും കാര്യത്തിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്, ജയ് ഗുരു മഹാരാജ്. ഹരേ കൃഷ്ണ.